അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫിന്റെ അവസാന ഭാഗത്തേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ്. 3 ശ്രദ്ധേയമായ കാര്യങ്ങളെക്കുറിച്ച് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു പോയി. നമ്മൾ ഈ 3-ാമത്തെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഇതിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ച ദജ്ജാലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ നിങ്ങൾ ഓർക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്തിനെ ദജ്ജാലുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചു. അതിലൊന്നാമത്തത്, വിശ്വാസ സമൂഹത്തെ പീഡിപ്പിക്കുന്ന എല്ലാ കാലത്തും അത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോയത്. ദജ്ജാലിന് വഴിയൊരുക്കുന്ന ആധുനിക ദജ്ജാലുമാർ ലോകത്ത് സൃഷ്ടിക്കുന്ന മഹാ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ അവിടെ സൂചിപ്പിച്ചു. എന്നും അവിടെ വിശ്വാസികളായ പ്രപഞ്ചനാഥനിൽ പൂർണ്ണാർത്ഥത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. രണ്ടാമത്തെ, ദജ്ജാലിന്റെ തിന്മയുടെ മറ്റൊരു മുഖം ഭൗതിക ലോകത്തെ, ഈ ഭൂമുഖത്തെ സ്വർഗസമാനമാക്കുന്ന ആ വ്യക്തിയുടെ ഇടപെടലിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ 2 തോട്ടക്കാരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. മൂന്നാമത്, വിജ്ഞാന ലോകത്തിന്റെ ടെക്നോളജിയുടെ കവാടങ്ങൾ തുറക്കുകയും അങ്ങനെ ഭൗതിക ലോകത്ത് മനുഷ്യചിന്തയെ ഭ്രംശനം കൊള്ളിപ്പിക്കുമാറുള്ള വലിയ വലിയ കാര്യങ്ങളെ, അവരെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള വിജ്ഞാന കവാടങ്ങളെ അയാൾ തുറക്കും എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദജ്ജാലിനെ കുറിച്ചുള്ള വിശേഷണമാണ്. അത് നമ്മൾ മൂസാ നബിയും ഖിളിർ നബിയുമായി ബന്ധപ്പെട്ട ആ ചർച്ചയിൽ നമ്മൾ കാണുകയും ചെയ്തു. അപ്പൊ ഇവിടെ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യമാണ് സൂറത്ത് കഹ്ഫ് ചോദിക്കുന്നത്. ഒന്നാമതായി, ഒരു പ്രത്യേക കാലം രൂപപ്പെടുമ്പോൾ തിന്മക്ക് ശക്തി ലഭിക്കുകയും അധർമ്മം അതിൻ്റെ തേർവാഴ്ച നടത്തുകയും ചെയ്യുമ്പോൾ അവിടെ രക്ഷ പ്രാപിക്കാൻ അക്രമികളെ കൂടെ കൂടുന്നുവോ, അതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് പ്രതിസന്ധികളെ നേരിട്ട് ജീവിക്കുവാൻ മനക്കരുത്ത് പ്രാപിച്ചവരാണോ എന്ന ചോദ്യം അല്ലാഹു ചോദിക്കുന്നുണ്ട് ഈ സൂറത്തിലൂടെ. ആരുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നു? അക്രമികളുടെ കൂടെയാണോ, അതോ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമായി നിൽക്കുവാനാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണോ നിങ്ങൾ കൊതിക്കുന്നത് എന്ന ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേര് പറയാതെ, കാലം പറയാതെ, സമയം പറയാതെ, ദേശം പറയാതെ എല്ലാ കാലത്തും രൂപപ്പെടുന്ന പ്രതിഭാസമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അള്ളാഹു അവതരിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഭൗതിക ലോകത്ത് ഭൂമുഖത്തെ സ്വർഗസമാനമാക്കി മാറ്റുകയും ആ കഴിവിൽ ആകൃഷ്ടരായി തിന്മയോടൊപ്പം കൂട്ടുചേരുകയും ചെയ്യുന്ന പുതിയ ലോകത്തും ദജ്ജാല് ശ്രദ്ധേയമായി നിൽക്കുന്നുണ്ട്. അവിടെയും നിങ്ങളെ സൃഷ്ടിച്ച പരിപാലകനായ ഏകനായ നാഥനെ സ്മരിക്കുന്ന, ഭൗതികതയുടെ അതിപ്രസരത്തിൽ പ്രപഞ്ച സൃഷ്ടാവിനെ നിഷേധിക്കുകയും നിന്ദിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന നിരീശ്വരവാദികളോടൊപ്പം അല്ലെങ്കിൽ ഭൗതികവാദികളോടൊപ്പം ചേരണോ, അതോ സ്വയം തന്നിലേക്ക് മടങ്ങി തൻ്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ അവൻ എത്തി നിൽക്കുന്ന നിലവിലെ അവസ്ഥ വരെ ചിന്തിച്ച് നന്ദിയുള്ളവനായി പിന്നിട്ട വഴികളെ വിസ്മരിക്കാതെ, പിന്നിട്ട വഴികളെക്കുറിച്ച് നന്ദിപൂർവ്വം സ്മരിച്ച് നന്ദിയോടുകൂടി തനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ, തനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച, തനിക്ക് സമയം നൽകിയ, ജീവൻ നൽകിയ, ജീവിതം നൽകിയ, എല്ലായിടങ്ങളിലും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു മഹാശക്തിയെക്കുറിച്ച് ഗാഢമായ ബോധവും ഗാഢമായ വിശ്വാസവും അഗാധമായ തവക്കുലും പുലർത്തിക്കൊണ്ട് ആ ശക്തിയിൽ നിങ്ങൾ
സമർപ്പിതരാകണോ, അതോ ഇതെല്ലാം എന്റേതാണ്, എന്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം ഉള്ളത്, ഞാൻ നേടിയെടുത്തതാണ് എന്ന പ്രയോഗങ്ങളിലൂടെ, തെറ്റായ ചിന്തയിലൂടെ ജീവിതത്തെ ദുഷ്കരമാക്കണോ എന്ന ചോദ്യം രണ്ടാമത്തതിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു? ആ രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞു വന്ന് ലോകത്ത് മാറി മറിയുന്ന ജനപദങ്ങളോട് നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യം അള്ളാഹു അവിടെയും ചോദിക്കുന്നുണ്ട്. മൂന്നാമതായി, നിങ്ങൾക്ക് വിജ്ഞാനം ലഭിച്ചാൽ ആ വിജ്ഞാനത്തെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവോ അതോ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദജ്ജാല് പരിശുദ്ധ റസൂല് പറഞ്ഞതുപോലെ ടെക്നോളജിയുടെ, വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ തുറക്കുകയും അതിൽ അത്ഭുതം കൂറുന്ന മനുഷ്യൻ എന്നാൽ ഇത് തന്നെയാണ് ശരിയെന്നും ഇത് തന്നെയാണ് സത്യമെന്നും പറഞ്ഞ് ആ വ്യക്തിയോടൊപ്പം ചേരുകയും അങ്ങനെ സത്യത്തെ നിരാകരിച്ച് ധർമ്മത്തെ നിന്ദിച്ച് തിന്മയോടൊപ്പം കൂട്ടുകൂടുന്ന ഒരു ലോകം രൂപപ്പെടുമ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ കഴിവുകളും, ഇതിനപ്പുറം കഴിവുകൾ നൽകപ്പെട്ട മനുഷ്യർ ഭൂമിയിൽ കടന്നുപോയിട്ടുണ്ടെന്നും ജീവിതത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെയുള്ള ദൈവീകമായ ഇടപെടലിനെ കുറിച്ചുള്ള വ്യക്തമായ ദൃഷ്ടി നൽകപ്പെട്ട മനുഷ്യരും ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ചിന്ത സ്വയം ഉൾക്കൊണ്ട് അത്തരത്തിലുള്ള വിജ്ഞാന കുലപതികൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ അത്തരം കഴിവുകൾ നൽകപ്പെട്ട മഹാമനുഷ്യർക്ക് മുമ്പിൽ ഇവരാരും ഒന്നുമല്ല, അതിനാൽ എല്ലാ കഴിവുകളും എന്നെ പടച്ച് പരിപാലിക്കുന്ന സർവശക്തനായ നാഥനാണുള്ളത് എന്ന ബോധത്തിൽ വിജ്ഞാനത്തെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, വിജ്ഞാനത്തെ ധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, മനുഷ്യകുലത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, പാവപ്പെട്ടവന്റെ, ദരിദ്രന്റെ, സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, ദുർബലരായ ആരുമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യരായി, വിജ്ഞാനമായി നിങ്ങളുടെ വിജ്ഞാനത്തെ, അറിവുകളെ, കഴിവുകളെ ഉപയോഗിക്കണോ അതോ ഇത്തരക്കാരെ മുഴുവനും നിരാകരിച്ച് ധനാഢ്യന്റെ കൂടെ നിന്ന്, അതല്ലെങ്കിൽ അക്രമികളായ അത്തരം മനുഷ്യക്കൂട്ടങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾ വാഴണോ എന്ന ചോദ്യം മൂന്നാമത്തതിലും അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെയാണ് വിനയാന്വിതരാവേണ്ടത്, വിദ്യ ലഭിക്കുമ്പോൾ എങ്ങനെ വിനയാന്വിതരാകണം, പരസ്പരം ബഹുമാനിക്കുന്നവരാകണം എന്ന പാഠവും അള്ളാഹു അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലോകത്തെ പൂർണ്ണമായി കീഴൊതുക്കി അധികാരം വാഴുന്ന ദജ്ജാലിന്റെ ലോകം രൂപപ്പെടുമ്പോൾ അവിടെ അധികാരം ഏത് രൂപത്തിലാണ് കാണേണ്ടതെന്നും, ദജ്ജാല് പുറപ്പെടുന്നതിന് മുമ്പേ ദജ്ജാലിന് വഴിയൊരുക്കുന്ന അധികാരികൾ ഇന്ന് ലോകത്ത് കാട്ടിക്കൂട്ടുന്ന, പാവപ്പെട്ടവനും ദുർബലനും മുകളിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളെയും അനീതികളെയും നിങ്ങൾ ഏത് രൂപത്തിൽ വിലയിരുത്തണമെന്നും, ആ വിലയിരുത്തലിൽ നിങ്ങൾ അധികാരം വാഴുന്നവരാണെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ കൂടി നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ ആരോടൊപ്പം ചേരണമെന്ന പാഠം പഠിക്കുകയും ചെയ്യാൻ അള്ളാഹു നാലാമത്തെ വിഷയവും നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധേയമായ കുറെ കാര്യങ്ങൾ ഇവിടെ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അത് നമുക്ക് ഈ നാലാമത്തെ ഭാഗം ചർച്ച ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ വിഷയം നമുക്ക് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വയസ്അലൂനക അൻ ദിൽ ഖർനൈനി ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ. യസ്അലൂനക അൻ ദിൽ ഖർനൈനി, ദിൽ ഖർനൈനിയെ കുറിച്ച് അങ്ങയോട് അവർ ചോദിക്കുന്നു. ഖുൽ, ദൈവദൂതരെ അങ്ങ് പറയണം, സഅത്ലു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം, പറഞ്ഞു തരാം, മിൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ചിലത്, ദിക്റൻ, ഗുണപാഠമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇതിന്റെ നാലാം ഭാഗം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെ കുറേ വിഷയങ്ങൾ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. വയസ്അലൂനക, അല്ലേ?
നബിയെ അങ്ങയോട് അവർ ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പല രൂപത്തിൽ പല വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യസ്അലൂനക എന്ന ആ ഒരു പ്രയോഗം മാത്രം 15 തവണ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടുണ്ട്. സുആലുമായി ബന്ധപ്പെട്ട് 16 തവണയാണുള്ളത്. അതിൽ 15 തവണ ഭാവി കാലത്തെയും 1 തവണ ഭൂതകാലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു സുആല് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഇനി അവിടെ അതിന്റെ ജവാബില് ഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ അങ്ങ് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ല അവിടെ ഖുൽ എന്ന പ്രയോഗത്തെ ഒരു മധ്യസ്ഥനെ മാറ്റിക്കൊണ്ടുള്ള അള്ളാഹു തന്നെ നേരിട്ട് തന്റെ അടിമകളോട് പെടുന്നനെ കയറി നിന്നുകൊണ്ട് അവിടെ ആരുടെയും ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല എന്ന് തന്നെ മനുഷ്യനോട് പറഞ്ഞുകൊണ്ട് അവനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ആരുമാവട്ടെ അവന്റെ അടുത്ത് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും അവനെ ഞാൻ വലയം ചെയ്തു നിൽക്കുന്നു എന്ന് പറയാൻ ഒരു കൊല്ലിന്റെ ആവശ്യമില്ലാതെ തന്നെ, പറയുക എന്നൊരു ആവശ്യമില്ലാതെ തന്നെ നേരിട്ട് പ്രപഞ്ചനാഥൻ തന്നെ ആ ഒരു വാക്കിനെ ഒഴിവാക്കി നേരെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ശ്രദ്ധേയമായ ഒരു വചനമാണ് ഈ ഭൂതകാല ക്രിയയെ ചേർത്ത് വെച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന ഈ ഒരു വിഷയം. നന്നായി ചർച്ച ചെയ്യേണ്ട, ചിന്തിക്കേണ്ട ഒരു വചനമാണത്. നമ്മളുടെ ഈ വിഷയവുമായി അതിന് നിലവിൽ ഇവിടെ ബന്ധമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ചർച്ച അവിടെ ഒഴിവാക്കുകയാണ്. അപ്പോ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തന്നെ പെടുന്നനെ കയറി നിന്ന് ആ മനുഷ്യനോട് സംസാരിക്കുന്ന ഒരു രംഗമാണ്. പിന്നെ 15 തവണ ഭാവികാല മുളാരിന്റെ സീഗ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുകയാണ്. വയസ്അലൂനക അനിൽ അഹില്ലത്തി, അല്ലെ, ചന്ദ്രനെ കുറിച്ച് നബിയെ അങ്ങയോട് ചോദിക്കാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വചനം. പിന്നെ യസ്അലൂനക അനിൽ ഖംരി, യസ്അലൂനക അനിൽ ശഹ്രിൽ ഹറാമി, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, യസ്അലൂനക അനിൽ യതാമ, യസ്അലൂനക അനിൽ മഹീദി, അല്ലേ, യസ്അലൂനക മാദാ ഉഹില്ല ലഹും, യസ്അലൂനക അനിസ്സാഅത്തി. അനിസ്സാഅത്തി എന്നുള്ളത് തന്നെ അത് പിന്നെ 3 തവണ ഖുർആന് ആ ഒരു വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. യസ്അലൂനക അനിസ്സാഅത്തി എന്ന് പറഞ്ഞു. പിന്നെ യസ്അലൂനക അനിൽ അംഫാലി, യസ്അലൂനക അനിൽ റൂഹി, യസ്അലൂനക അൻദിൽ ഖർനൈൻ, യസ്അലൂനക അനിൽ ജിബാലി. ഇങ്ങനെ യസ്അലൂനക എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാവികാല ക്രിയ ഉപയോഗിച്ചുകൊണ്ടുള്ള 15 ഇടങ്ങളെ വിശുദ്ധ ഖുർആന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ഭൂതകാല ക്രിയകളിലെല്ലാം തന്നെ ഖുൽ എന്ന ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ഖുൽ. എന്നാൽ യസ്അലൂനക അനിൽ ജിബാലി എന്ന് പറയുന്നിടത്ത് ഫഖുൽ എന്ന ഒരു പ്രയോഗമാണ് അള്ളാഹു നടത്തുന്നത്. ഇമാം ഷഅറാവി ഇതിന്റെ ഇടയിലുള്ള അള്ളാഹു ഇത്തരത്തിൽ നടത്തുന്ന പ്രയോഗങ്ങളുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യസ്അലൂനക അനിൽ ജിബാലി, അവിടെ ഫഖുൽ എന്ന് പറയുന്നു. അപ്പൊ ഫഖുൽ എന്നുള്ളത് ആ ഒരു പ്രയോഗത്തിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ഭാവിയിൽ ചോദിക്കുന്ന ഒന്നാണ്. അതിനാൽ അങ്ങിങ്ങനെ ഉത്തരം പറയണം എന്നാണ്. മറ്റിടങ്ങളിലെല്ലാം തന്നെ ഖുൽ എന്ന ഒരു പ്രയോഗമാണ്. അതിൽ ആ വിഷയം നടന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യത്തിനുള്ള ഉത്തരം പരിശുദ്ധ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാവിയിൽ എന്നാൽ യസ്അലൂനക അനിൽ ജിബാലി, പർവ്വതങ്ങളെ കുറിച്ച് നബിയെ അങ്ങയോട് ചോദിക്കും. ഫഖുൽ, അപ്പോൾ അങ്ങ് പറയണം എന്ന ആ ഒരു വിഷയം
ഒന്നുകൂടി ശ്രദ്ധേയമാണ്. പുതിയ ലോകത്ത് അതിനെക്കുറിച്ച് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനങ്ങള്, പർവ്വതങ്ങൾ എന്തിനു വേണ്ടി എന്നുള്ളത്, അത് ഏതെല്ലാം രൂപത്തിൽ എത്ര ആഴത്തിൽ അതിന്റെ വേരുകൾ നിലനിൽക്കുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ചെല്ലാമുള്ള പുതിയ പുതിയ പഠനങ്ങൾ, അതെങ്ങനെയാണ് നമ്മൾക്ക് വെള്ളം സംഭരിക്കുന്നത് എന്നുള്ളത്, അതിലൂടെ എങ്ങനെയാണ് മനുഷ്യ ജീവന്റെ തുടിപ്പിനെ അള്ളാഹു നിലനിർത്തുന്നത് എന്നുള്ളത്, ഇതെല്ലാം തന്നെ പുതിയ ലോകത്തെ പഠനങ്ങളും ഗവേഷണങ്ങളും എല്ലാമാണ്. അപ്പോ അതുകൊണ്ടാണ് ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കും, അതിന് നബിയെ അങ്ങ് ഉത്തരം പറയണം എന്നുള്ള ഒരു ശ്രദ്ധേയമായ ഒരു ആശയത്തെ പ്രകടിപ്പിക്കാനാണ് അവിടെ ഫഖുൽ എന്ന ഒരു പ്രയോഗം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞു പോവുകയാണ്, നമ്മുടെ ഈ വിഷയമല്ലാത്തത് കൊണ്ട്. എന്നാൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ഇവിടെ എല്ലാം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഖുർആനെ വ്യാഖ്യാനിക്കുമ്പോൾ ഖുർആന്റെ ഒരു ആയത്തിനെ മറ്റു ആയത്തുകളെ കൊണ്ട് വ്യാഖ്യാനിച്ചിട്ട് സാധ്യമാകുന്ന രൂപത്തിലെല്ലാം പോവേണ്ടതുണ്ട്. പിന്നെ പ്രവാചക വചനങ്ങളെ കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്, സ്വഹാബത്തിന്റെ വ്യാഖ്യാനങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്, താബിഈന്റെ വ്യാഖ്യാനങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെല്ലാമാണ് ഒരു തഫ്സീറിനെ നമ്മൾ അവലംബിക്കുമ്പോൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ അവലംബിക്കുമ്പോൾ സ്വീകരിച്ചു പോകേണ്ട മാനദണ്ഡങ്ങൾ എന്ന് അതിന്റെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ സാധ്യമാകുന്ന രൂപത്തിൽ നമ്മൾ ചെറിയ ചെറിയ വാക്കുകളിലൂടെ ഇതെല്ലാം പറഞ്ഞു പോവുകയാണ്. അപ്പൊ വയസ് അലൂനക്ക, നബിയെ അങ്ങയോട് അവർ ചോദിക്കുന്നു, അല്ലെങ്കിൽ ചോദിക്കും, അന്തിൽ ഖർനൈനി, ഖർനൈനിയെ കുറിച്ച്. അപ്പോ ദിൽഖർനൈനി ആരാണ് എന്നുള്ളതാണ് അല്ലെ. ദിൽഖർനൈനി ആരാണ്? ഇവിടെ ദുൽഖർനൈൻ എന്നുള്ളത് അതൊരു ലഖബാണ് എന്നാണ് പണ്ഡിതന്മാര് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ നാമമല്ല. എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തിയാണെന്ന് പറയുന്നവരുണ്ട്. അത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ഇമാം ഷഹറാവി പറയുന്നത് അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തിയാകാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം അരിസ്റ്റോട്ടലിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, ശിഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ബഹുദൈവാരാധകനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം, ചില ആളുകൾ പറയുന്നത് ശരിയല്ല എന്നാണ് ഇമാം ഷഹറാവി പറയുന്നത്. എന്നാൽ നമ്മൾ മറ്റൊരു തലത്തിൽ നോക്കുമ്പോൾ അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ഖുർആന്റെ വിശദീകരണത്തിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ഈ വിഷയം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. അദ്ദേഹം പറയുന്നതും അലക്സാണ്ടർ ചക്രവർത്തി അല്ല എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നത് കോർഷ് ബിനു കംബൂജിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു ഈ വിഷയം സൂചിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഭരണകാലം വ്യത്യസ്തമാണ്. അപ്പൊ കോർഷുൽ കബീർ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് പേർഷ്യൻ ചക്രവർത്തിമാരിലെ ശ്രദ്ധേയനായ ഒരു ഭരണാധികാരിയായിരുന്നു എന്ന്. അലക്സാണ്ടറിനെ സംബന്ധിച്ചിടത്തോളം മശ്രിഖിനെയും മഗ്രിബിനെയും ഭരിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇദ്ദേഹത്തിന് അത് സാധ്യമായിട്ടുണ്ട് എന്നെല്ലാം ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കോർഷ് സ്വാലിഹ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇമാം ഷഹറാബിയും വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ. അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിലും അദ്ദേഹം ഈ വിഷയം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരു ലഖബിനെയാണ് പറഞ്ഞത്, ഒരു വ്യക്തിയെ കുറിച്ചല്ല അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഒരു നാമം പറഞ്ഞുകൊണ്ടല്ല ഈ വ്യക്തിയെ പരാമർശിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ലഖബിനെ. ഇതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹം മശ്രിഖിനെയും മഗ്രിബിനെയും ഭരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ദുൽഖർനൈനി എന്ന ഒരു വിശേഷണം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു ലഖബിനെ അള്ളാഹു ചാർത്തി കൊടുത്തത്. അതല്ലെങ്കിൽ അദ്ദേഹം ലബിസഹു താജൻ ലഹു ഇത്തിജാഹാനി എന്ന് ഇമാം ഷഹറാവി പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കിരീടമുണ്ടായിരുന്നു, അതിന് രണ്ട് ദിശകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത്. എന്നാൽ മുഹമ്മദ് നാബുൽസിയുടെ വ്യാഖ്യാനത്തിൽ ഇന്നലെ വെറുതെ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ അദ്ദേഹം പറയുന്നത് മശ്രിഖിനെയും മഗ്രിബിനെയും അദ്ദേഹം ഭരിച്ചു എന്നുള്ളത് കൊണ്ടാണ്
ദുൽഖർനൈനി എന്ന ഒരു പ്രയോഗം അള്ളാഹു നടത്തിയിട്ടുള്ളത്. അതാണ് ഏറ്റവും യോജിച്ചതും ശരിയായതുമായ പ്രയോഗമെന്ന് ഇമാം നാബുൽസി സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇമാം ഷഅറാബി പറയുന്ന ഒരു ശ്രദ്ധാർഹമായ ശ്രദ്ധേയമായ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഇമാം ഷഅറാബി പറയുന്നത്, അള്ളാഹു ഈ ഖുർആൻ എന്ന് പറയുന്നത് അതൊരു ചരിത്ര പുസ്തകമല്ല, എന്നാൽ മനുഷ്യ കുടുംബത്തിന് അന്ത്യനാൾ വരേക്കുമുള്ള ജീവിതത്തിന് ഗുണകരമായ, അതിനെ പരിപോഷിപ്പിക്കുന്ന, അതിനെ ധർമാധിഷ്ഠിതമാക്കുന്ന സന്ദേശങ്ങൾ നൽകുവാൻ ശ്രദ്ധേയരായ മഹത്തുക്കളായ ആളുകളുടെ ജീവിത സംഭാവനകളെ ഉദ്ധരിക്കുകയും അത് എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് ഗുണപാഠമായി അള്ളാഹു നിലനിർത്തുകയും ചെയ്യും. ഇപ്പൊ ഇവിടെ തന്നെ മിൻഹു എന്നാണ്, എല്ലാ സംഭവങ്ങളും അങ്ങേക്ക് പറഞ്ഞു തരാം എന്നല്ല. മിൻഹു എന്ന് പറഞ്ഞാൽ അമിൻ ബഅലിഹ എന്നാണ്, അതിൽ നിന്ന് ചിലത് നാം പറഞ്ഞു തരാം, വിക്രൻ ഗുണപാഠമായി എന്നാണ് അള്ളാഹു തന്നെ പറയുന്നത്. അപ്പൊ ഇവിടെയും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയിൽ മാത്രം ഒരു കാലത്തെ ഒരു സമയത്തെ മാത്രം സൂചിപ്പിക്കും. എന്നാല് അള്ളാഹു പേര് പറയാതെ പോകുമ്പോൾ അത് എല്ലാ കാലത്തും അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു പാഠമാണ് അതിലൂടെ അള്ളാഹു മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് എന്തുകൊണ്ടാണ്, ഇപ്പൊ നമ്മൾ തുടക്കം തന്നെ എടുത്താല് കഹ്ഫിന്റെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പേരോ നാടോ കാലമോ ദേശമോ ഒന്നും പറയാതെ ഒരു പറ്റം യുവാക്കളെ കുറിച്ച് മാത്രം പറയുകയാണല്ലോ. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇത് എല്ലാ കാലത്തും കുറഞ്ഞും കൂടിയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അവർക്ക് എതിരെ നിൽക്കുന്നവരും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കാലികമാണ് എന്നാണ് അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതൊരു കാലത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് മാത്രം ആ പേര് പറഞ്ഞാൽ, ദേശം പറഞ്ഞാൽ അത് സ്വാഭാവികമായും ആ കാലത്തെ ദേശത്തെ മാത്രം വലയിച്ച് നിൽക്കുന്ന ഒന്നാകുകയും അതിൽ മാത്രം മനുഷ്യർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അതിനപ്പുറം അത്തരത്തിലുള്ള കാലദേശ ഭാഷ പ്രയോഗമില്ലാതെ, അത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലില്ലാതെ ഒരു വിഷയത്തെ അള്ളാഹു പറയുമ്പോൾ, ബോധ്യപ്പെടുത്തുമ്പോൾ അത് എല്ലാ കാലത്തുമുള്ള ഒരു വിഷയമായിക്കൊണ്ട് അള്ളാഹു അതിനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, മനുഷ്യ കുടുംബത്തിന് പാഠമായി അള്ളാഹു രണ്ട് സ്ത്രീകളെ അവതരിപ്പിക്കുമ്പോൾ, നിഷേധികൾക്ക് പാഠമായി രണ്ട് സ്ത്രീകളെ അവതരിപ്പിക്കുമ്പോൾ ഇംറഅത്ത നൂഹിൻ വംറഅത്ത ലൂത്തിൻ എന്ന് പറയുന്നുണ്ട്. അവിടെ അവരെ പേര് അള്ളാഹു പറയുന്നില്ല. അപ്പൊ ഹിദായത്ത് എന്നുള്ളത് അത് ആരുടെയെങ്കിലും ഒന്നല്ല. രണ്ട് പ്രവാചകന്മാരുടെ കീഴിൽ ജീവിച്ചിട്ട് പോലും അവർക്ക് അവരുടെ സൃഷ്ടാവായ നാഥനെ ബോധ്യപ്പെടാത്തൊരവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒന്നാണ്. അത് ആരിലേക്കെങ്കിലും അത് നമ്മൾ നിർബന്ധം ചൊലുത്തിക്കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒന്നല്ല. അത് ഓരോ വ്യക്തിക്കും അള്ളാഹുവിൽ നിന്നുള്ള ഗിഫ്റ്റായി ലഭിക്കുന്ന ഒന്നാണ്. അത് അവരുടെ ചിന്തയനുസരിച്ച്, അവരുടെ താഴ്മയനുസരിച്ച്, അവരെ മനസ്സിന്റെ വിശുദ്ധി പോലെ ലഭിക്കുന്ന ഒന്നാണ് എന്ന് പഠിപ്പിക്കാനാണ്. അത് എല്ലാ കാലത്തും അത്തരത്തിലുള്ള ജീവിത പാഠങ്ങൾ മനുഷ്യരിലൂടെ ഇത് നിരന്തരം കടന്നു പോകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇംറഅത്ത നൂഹിൻ വംറഅത്ത ലൂത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറയാതെ പറഞ്ഞു പോയത്. എന്നാൽ അവിടെ തന്നെ സത്യവിശ്വാസികൾക്ക് അന്ത്യനാൾ വരേക്കും മഹാപാഠമായി മറ്റു രണ്ട് സ്ത്രീകൾ അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. ഏതാണ്? ഇംറഅത്ത ഫിർഔന എന്ന് പറഞ്ഞുകൊണ്ട് ഫിർഔന്റെ അവിടെ പേര് പറഞ്ഞില്ല. എന്നാൽ മറ്റൊന്ന് മറിയം ബീവിയുടെ പേരാണ്. അപ്പൊ എന്തുകൊണ്ട് മറിയം ബീവിയുടെ പേര് പറഞ്ഞു? മനുഷ്യ കുടുംബത്തിൽ ഒരേ ഒരു സ്ത്രീയിൽ മാത്രമുള്ള ചില പ്രത്യേകമായ അള്ളാഹുവിന്റെ ഇടപെടലാണത്. അതുകൊണ്ട് തന്നെ
അത് അത് പറയാതെ പോവാൻ പറ്റില്ല ആ പേര്. കാരണം ഇനി മനുഷ്യരിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. സൃഷ്ടിപ്പ് പിന്നെ 3 തരത്തിലാണ് പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ മഹാകുദ്റത്തിന്, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ കുദ്റത്തിന് അള്ളാഹു പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ്? ഒന്ന്, അച്ഛനും അമ്മയും ഇല്ലാതെ, ഉപ്പയും ഉമ്മയും ഇല്ലാതെ ഉള്ള മനുഷ്യ പിതാവിന്റെ ആദ്യ സൃഷ്ടിപ്പ്. പിന്നെ മനുഷ്യനും പിന്നെ മനുഷ്യരെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള, മാതാവിനെയും പിതാവിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടിപ്പിന്റെ മറ്റൊരു ഭാഗം. മൂന്നാമത്, ഒരു ഉമ്മയെ മാത്രം വെച്ചുകൊണ്ട്, പിതാവില്ലാതെ ഒരു ഉമ്മയിലൂടെ മാത്രമുള്ള അള്ളാഹുവിന്റെ ഒരു ഖുദ്റത്തിനെ വെളിപ്പെടുത്തല്. അത് ലോകത്ത് ഒരു സ്ത്രീയിൽ മാത്രമേ ഉള്ളൂ. അന്ത്യനാൾ വരേക്കും ഇനി അതേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായ സവിശേഷമായ അള്ളാഹുവിന്റെ ഇടപെടലായതുകൊണ്ടാണ് പിന്നെ മറിയം ബീവിയുടെ നാമത്തെ അവിടെ എടുത്തു പറഞ്ഞത് എന്ന് ഇമാം ഷഅറാബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി കൂടുതൽ നിങ്ങൾ ചിന്തിക്കുകയും വായിക്കുകയും എല്ലാം ചെയ്യുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് കൂടുതൽ മനസ്സിന് വിശാലത നൽകി വിജ്ഞാനത്തിന്റെ കുറെ ഭാഗങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു തരും. നമ്മൾ ചിന്തിക്കാം. അപ്പൊ ഇവിടെ പേര് പറയാതെ അദ്ദേഹത്തിന്റെ ഒരു സവിശേഷമായ ഒരു ഗുണത്തെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കുൽ നബി എന്ന് പറയണം, സഅത്ലു അലൈക്കും സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, അദ്ദേഹത്തിന്റെ ചിലത് മാത്രം അങ്ങേക്ക് നാം പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ പിന്നെ വിക്റൻ എന്നുള്ളത് അല്ലേ, വിക്ർ എന്നുള്ള വാക്കിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ വിക്ർ എന്നുള്ള പ്രയോഗത്തിലൂടെ ധാരാളം നമ്മൾ യസ്അലൂനക എന്നെല്ലാം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, അപ്പോ ഇത് പലതവണയായിട്ട് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ചില ആയത്തുകളെല്ലാം നമ്മൾ പറയുകയും അതുമായി ഇപ്പൊ നമ്മൾ ചില വിഷയങ്ങളെല്ലാം ചേർത്ത് പറയുകയും ചെയ്തു. ഇതുപോലെ പിന്നെ വിക്ർ എന്ന പ്രയോഗം വ്യത്യസ്ത അർത്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ പിന്നെ ഒരു ഷറഫ്, റിഫഅത്ത്, അതുപോലെ തന്നെ തദക്കുർ, ഇഅ്തിബാർ, ഇങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് മഹത്വത്തെ, ഔന്നിത്യത്തെ, അതുപോലെ തന്നെ ചിന്തയെ, ഗുണപാഠത്തെ എല്ലാം സൂചിപ്പിക്കാനാണ് ഈ ദിക്ർ എന്ന വാക്കിനെ അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലേ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, അവിടെ ദിക്ർ എന്നുള്ളത് അള്ളാഹുവിന്റെ ദീപ്തമായ ചിന്താപൂർണതയുള്ള വാക്കുകളെ കുറിച്ചാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഫസ്അലു അഹ്ല ദിക്രി, ദിക്റിന്റെ അഹ്ലുകാരോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദിക്ർ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഖദ് അൻസൽന ഇലൈക്കും കിതാബം ഫീഹി ദിക്റുക്കും, നിങ്ങളെക്കുറിച്ചുള്ള വർത്തമാനമുണ്ട്, ചിന്തനീയമായ വർത്തമാനം ഇതിലുണ്ട് എന്ന് പറയും. അവിടെ ദിക്റുക്കും ഗുണപാഠം, നിനക്കും നിന്റെ സമൂഹത്തിനുമുള്ള ഗുണപാഠങ്ങൾ ഇതിലുണ്ട്. അപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ദിക്ർ എന്ന വാക്കിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് അള്ളാഹു ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ, അല്ലേ? അള്ളാഹു ഒരു മനുഷ്യന്റെ ചരിത്ര സംഭവങ്ങളെ അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തിന് ഗുണപാഠമായി പറയുമ്പോൾ ആ മനുഷ്യന്റെ മഹത്വത്തെ, കർമ്മത്തിന്റെ സ്വീകാര്യത എത്രമാത്രമാണ് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന് നമ്മൾ ഈ പറഞ്ഞതുപോലെ വമിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖസുസ്ഹും അലൈക വകല്ലമല്ലാഹു മൂസാ തക്ലീമ, പ്രവാചകന്മാരിൽ പേര് പറഞ്ഞവരുണ്ട്,
പേര് പറഞ്ഞു തരാത്തവരുമുണ്ട് നബിയെ എന്ന് പറയുന്ന ആ പിന്നെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. അവിടെ ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്, പേര് പറയുക എന്നുള്ളതല്ല മഹത്വം, ജീവിത മഹത്വം എന്ന് പറയുന്നത് സുഹൃതങ്ങൾ അനുഷ്ഠിക്കലാണ് എന്ന്. അപ്പം നമ്മുടെ കർമ്മങ്ങളെ കർമ്മങ്ങൾ സുഹൃതമാകുകയും അത് സ്വീകാര്യമാകുകയും ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനം എന്ന്. പേര് പറയുന്നതൊന്നും അത്ര വലിയ മഹത്തരമായ ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ കർമ്മം സ്വീകരിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളതാണ് മഹത്തരം. അതുകൊണ്ടാണ് നാം പേര് പറഞ്ഞവരും പേര് പറയാത്തവരുമുണ്ട് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആന്, പരിശുദ്ധ റസൂലിന്റെ വചനം വെച്ചുകൊണ്ട് നമ്മൾ പ്രവാചകന്മാരുടെ കണക്ക് പരിശോധിച്ചാൽ, എനിക്ക് മുമ്പ് 1,24,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്. അതിൽ 313 അല്ലെങ്കിൽ 315 വ്യക്തികൾക്ക് അള്ളാഹു വേദം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഖുർആൻ ആകെ എടുത്ത് പരിശോധിച്ചാൽ റസൂലുള്ളാനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 24 പ്രവാചകന്മാരുടെ പേരെടുത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ പേരെടുത്ത് പറയുമ്പോൾ അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെതാകുമോ എന്നുള്ള നമ്മൾ പറഞ്ഞു വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയമായി മാറുമോ എന്ന് ഒരു പക്ഷെ ചോദിച്ചേക്കാം. ഒരിക്കലുമല്ല. ആ പ്രവാചകന്മാരുടെ കാലദേശങ്ങളെ പറയാതെ ആ പ്രവാചകന്മാരുടെ പിന്നെ പിന്നെ നാമങ്ങളെ എടുത്തുദ്ധരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ അവരുടെ ദേശങ്ങളെ ഉദ്ധരിക്കുന്നതിലൂടെ മറ്റൊരു പാഠം അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് ഇമാം ഷഅറാവി പറയുന്നുണ്ട്. അത് എല്ലാ കാലത്തും പ്രവാചകന്മാരിൽ പെട്ട വ്യക്തികളായതുകൊണ്ട് തന്നെ മുഹമ്മദീയ ഉമ്മത്ത് ജീവിക്കുന്ന എല്ലാ ഭൂമികയിലും ഈ പ്രവാചകന്മാർ ഉയർന്നും താഴ്ന്നുമെല്ലാം തന്നെ, തെളിഞ്ഞും ഒളിഞ്ഞുമെല്ലാം തന്നെ നിങ്ങളുടെ പരിസരങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാനാണ് ഈ 24 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മൾ നന്നായി നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 24 പ്രവാചകന്മാരുടെ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. ആ സമൂഹത്തിന്റെ ചിന്തയെ പ്രകടിപ്പിക്കുന്നവരെ നമുക്ക് ദർശിക്കാൻ കഴിയും. ആ സമൂഹം ഏതെല്ലാം തരത്തിലാണ് അക്രമികളും അതുപോലെ തന്നെ അധർമ്മകാരികളുമായിട്ട് ഒരു പ്രവാചകന്മാർ ജീവിക്കുന്ന ഭൂമികളിൽ ആ പ്രവാചകന്മാർക്കെതിരെ ജീവിക്കുകയും അവരോട് മല്ലിടുകയും അവരോട് അന്യായമായി പെരുമാറുകയും ചെയ്തത്, അത് നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും എന്നതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഈ 24 പ്രവാചകന്മാരുടെ സമൂഹത്തിന്റെ ചിന്തയും വിശ്വാസവും കർമ്മലോകവും പേറുന്നവരെ അന്ത്യനാൾ വരേക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധാപൂർവം ആ പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചാൽ, അവരോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സമൂഹത്തോട് സംവദിക്കുവാനും ഭൂമിയിൽ ശാന്തിയും സമാധാനവും പടുത്തുയർത്തുവാനും ആ പ്രവാചകന്മാരോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് സാധ്യമാകും എന്ന് പറയുവാൻ കൂടിയാണ് ആ പ്രവാചകന്മാരുടെ നാമം പറഞ്ഞ് എല്ലാ കാലത്തുമുള്ള മനുഷ്യരോടൊപ്പം ജീവിക്കുന്നവരാക്കി അവരല്ലാഹു മാറ്റിയത് എന്ന് ഇമാം ഷഅറാവി പറയുന്നു. അപ്പോ എന്നാൽ ഇവിടെ ഈ വ്യക്തിയുടെ, ഈ മഹാവ്യക്തിയുടെ, സ്വാലിഹായ മനുഷ്യന്റെ നാമത്തെ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു ലഖബിനെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇവിടെ പേര് പറയുക എന്നുള്ളത് മഹത്തരമായ ഒരു സംഗതിയൊന്നുമല്ല. അതിനപ്പുറം കർമ്മങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അവ്വാ ബീവിന്റെ പിന്നെ സൃഷ്ടിപ്പും അതുപോലെ തന്നെ അല്ലേ? അതെ അതെ, അത് അങ്ങനെ നമുക്ക് പറയാം. അവിടെ 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ട്. പിന്നെ ഒരു പുരുഷനിൽ നിന്ന് തന്നെ, ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനെ അത് ഒരു ജിൻസിന്റെ പ്രയോഗമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അല്ല, അത് പുരുഷനിൽ നിന്ന് തന്നെ തന്നെയാണ് സൃഷ്ടിച്ചത് എന്ന്
വാദിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. ഇമാം ഷഅറാബി അതിനെ പിന്നെ പുരുഷനിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അത് പിന്നെ പുരുഷനെ പോലെയുള്ള ഒരു ജിൻസായി, ഒരു സ്ത്രീ സമൂഹമായി സൃഷ്ടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ പിന്നെ വ്യാഖ്യാനം. എനിക്കത് കുറച്ചും കൂടി പിന്നെ ശരിയായി തോന്നിയിട്ടുണ്ട്. ഇമാം പിന്നെ റാസിയെ പോലെയുള്ള ആളുകളിലും തന്നെ ഈ പറഞ്ഞതുപോലെ അത് ഈ പിന്നെ റഈ കൊണ്ടുള്ള തഫ്സീറുകളെ പിന്നെ അവലംബിച്ചിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ആളുകളിലും തന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ രൂപത്തില് പിന്നെ നൂറ്റാണ്ടുകള് അങ്ങനെല്ലാം പറഞ്ഞ്, ഞാൻ അതുകൊണ്ടാണ് പുതിയ ഒരു തഫ്സീർ ഇമാം നാബുൽസിയുടേത് ഒന്ന് നോക്കിയത്. അപ്പൊ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത് അതിനെല്ലാം അദ്ദേഹം നിരാകരിച്ചിട്ട് അദ്ദേഹം പിന്നെ ഈ മശ്രിഖ് മഗ്രിബ് എന്നുള്ള പ്രയോഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് അത് ഈ കിഴക്കിനെയും പടിഞ്ഞാറിനെയും കീഴ്പ്പെടുത്തി എന്നുള്ളത് കൊണ്ടുള്ള പിന്നെ ഒരു സവിശേഷത കൊണ്ടാണ് അങ്ങനെ കർണ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇമാം ഷഅറാബിയും അതിനാണ് മുൻഗണന നൽകുന്നത്. ആ ഒരു സംഭവത്തിൽ ഉണ്ടാവാം, അതിലും വസ്തുതകൾ ഉണ്ടാവാം. അദ്ദേഹം പ്രവാചകനായിട്ടുള്ള ഇതുണ്ടോ? അത് ഇയാൾ പറയുന്നുണ്ട്, പ്രവാചകനായി ഒരു കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. അല്ല, എന്തായാലും നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞതന്നെ യഥാർത്ഥത്തിൽ പേരല്ല അതിൽ പ്രധാനമായിട്ടുള്ളത്. ഈ പറഞ്ഞ വിഷയത്തില് നമുക്ക് ചരിത്രത്തിലുള്ള കാലികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വരാം, അതിനനുസരിച്ച് ഒരു അപ്ഡേഷൻ വരണമെന്നുള്ളത് തന്നെയാണല്ലോ അല്ലേ? അതെ അതെ അതെ. ഇപ്പത്തെ നമ്മൾ തന്നെ കണ്ടില്ലപ്പോ, നമ്മൾ തന്നെ ഇപ്പോ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളും അങ്ങനെ ചർച്ച എങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും? നമ്മളിപ്പോ നമ്മള് അൽഹംദുലില്ലാഹ് നമ്മൾ സംസാരിക്കുമ്പോഴേ പേര് പറയലല്ല അടിസ്ഥാനം, കാലം പറയലല്ല, ദേശം പറയലല്ല, അതെല്ലാം പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ആകുകയാണല്ലോ. മറ്റൊരു രൂപത്തിലാണ് ചർച്ച പോകുന്നതെങ്കിൽ അപ്പൊ നമ്മൾ അയിമക്ക് എടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പാടുപെടുകയാണ് ചെയ്യുക. ഇനി ഇതിനപ്പുറം ഒരു വിഷയം ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഈ പേര് പറയാതെ ഇപ്പൊ ദുൽഖർനൈനിയുടെ വിഷയത്തിൽ തന്നെ ഒരു വലിയൊരു വിഷയം ഇവിടെ ചേർത്ത് വെക്കുന്നുണ്ട് ഇമാം ഷഅറാബി. നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതോ പിന്നെ നിർത്തിക്കളഞ്ഞത്. ഇൻഷാ അല്ലാഹ് അത് പിന്നെ അള്ളാഹു തൗഫീഖ് ചെയ്താലേ നമുക്ക് അടുത്ത ആഴ്ച പറയാവുന്നതാണ്. അതും കൂടി കേട്ട് കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഒരു പൊരുള് നമുക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.